ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള സവിശേഷതയുണ്ട്, പ്രവർത്തന രീതിയുണ്ട്, മനോഭാവമുണ്ട്. മാത്രമല്ല ഓരോ പ്രായത്തിലും ചില കാര്യങ്ങൾ അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ച് അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കും വ്യത്യാസമുണ്ട്. സൗന്ദര്യത്തെ കൂടുതലും ആകർഷിക്കുന്ന, അതിനെ കൂടുതലും അംഗീകരിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ലൈംഗികതയിൽ പങ്കാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചില ആക്ടിവിറ്റീസിനെ കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. എനിക്ക് തോന്നുന്നു പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി കിട്ടുന്ന, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ആക്ടിവിറ്റീസ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മാറിടത്തിൻ്റെ രൂപഭംഗി അവരേറ്റവും കൂടുതൽ ആകർഷിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾക്കും ഓരോ ഫംഗ്ഷനുണ്ട്. ചിലതിന് ഒന്നിൽ കൂടുതലുണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് സന്തോഷം വരുന്ന എപ്പോഴാണ്? നമ്മുടെ ഫിസിക്കൽ ബോഡിയും മെൻ്റൽ ബോഡിയും വളരെ റിലാക്സ് ആയിട്ട് പ്രവർത്തിക്കുന്നു. ഈ സമയത്ത് ചില കാര്യങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. അത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് നേടുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് സന്തോഷം വരും. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഫോർ പ്ലേയിൽ നടക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് സ്പർശനം, മറ്റൊന്ന് സങ്കല്പം. നമ്മളിപ്പോൾ ആസ്വദിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പം ഏത് ആറ്റിറ്റ്യൂഡിൽ ചെയ്യുന്നു, ഏത് ഫാൻറ്റസിയുടെ ബേസിൽ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. മിക്കവാറും പുരുഷന്മാരെ സംബന്ധിച്ച് ഈ സമയത്ത് ഉപബോധ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ഇതിനകത്ത് പങ്കാളിയിൽ തന്നെ രണ്ട് നേച്ചറുള്ളവരുണ്ട്. ചിലർക്കാണെങ്കിൽ കുറച്ച് ഹാർഡായിട്ട് പെരുമാറുന്ന ഇഷ്ടം, എന്നാൽ ചിലർക്ക് അതിന് നേരെ ഓപ്പോസിറ്റാണ്. എനിക്ക് തോന്നുന്നു ചുണ്ടും നാവും പല്ലും ഒരേ സമയം പ്രവർത്തിക്കുന്ന ചില ക്രിയകൾ ഇതിനകത്തുണ്ട്. കാരണം ഇവിടെ നമ്മുടെ ഫിസിക്കൽ ബോഡിയും മെൻ്റൽ ബോഡിയും ഒന്നിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് പൂർണ്ണമായിട്ടുള്ളൊരു സംതൃപ്തി കിട്ടുന്നത്. യഥാർത്ഥത്തിൽ ഈ കാമമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ മാത്രമുള്ള ഒരു ആവശ്യമല്ല, മനസ്സിൻ്റെയും കൂടാണ്. ചില സമയത്ത് ഈസ്ട്രജൻ്റെ കൂടെ ടെസ്റ്റോസ്റ്ററോണും കൂടുതലായിട്ട് പ്രവർത്തിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് വല്ലാത്തൊരു വീർപ്പുമുട്ടലാണ്. എന്ന് വെച്ചാൽ ശക്തമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ളൊരു റിലാക്സേഷൻ ഈ സമയത്ത് കൊതിക്കുന്നുണ്ട്. മാറിടത്തിൻ്റെ ഭാഗത്തുള്ള ക്രിയകൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല, മൊത്തത്തിലുള്ള റിലാക്സേഷനും വളരെ സഹായകരമാണ്. പങ്കാളികൾ തമ്മിൽ ഈ ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ഏത് ഭാഗത്താണ് കൂടുതലായിട്ട് മനസ്സ് കേന്ദ്രീകരിക്കുന്നത്, അവിടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുക മാത്രമല്ല വികസിക്കുകയും ചെയ്യും. അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഏത് അവയവമാണെങ്കിലും അതിൻ്റെ വലിപ്പമല്ല പ്രധാനം, അത് എത്രത്തോളം കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. എന്നുവെച്ചാൽ എവിടെ സ്പർശനം വരുന്നോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാക്കാൻ ബ്രെയിന് സാധിക്കുന്നുണ്ടോ? ചില സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് പങ്കാളിയോട് കാമപരമായിട്ടുള്ളൊരു അടുപ്പം തോന്നുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ പെരുമാറാറുണ്ട്. അതെപ്പോഴും സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. കാരണം ഇവരെ സംബന്ധിച്ച് ഇതിനകത്ത് സ്നേഹത്തിൻ്റെതായ ഒരു ഊർജ്ജവും പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മാറിടത്തിൻ്റെ ഭാഗത്ത് ഇത്രയും പ്രാധാന്യം ചില സാഹചര്യത്തിൽ വരുന്നത്. ഈ സമയത്ത് ഓക്സിറ്റോസിൻ്റെ പ്രവർത്തനം കൂടുന്നതുകൊണ്ട് അവിടെ എന്ത് ക്രിയകൾ ചെയ്താലും സ്നേഹത്തിൻ്റെതായിട്ടുള്ളൊരു ഊർജ്ജമായിരിക്കും ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് യഥാർത്ഥ സ്നേഹമുള്ള പങ്കാളികളെ സംബന്ധിച്ച് അവർക്ക് പെട്ടെന്ന് ഈ മൂഡിലേക്ക് വരാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകളെ സംബന്ധിച്ച് കാമത്തിൻ്റെ ഊർജ്ജവും സ്നേഹത്തിൻ്റെ ഊർജ്ജവും തമ്മിൽ മിക്സ് ചെയ്ത് പ്രവർത്തിക്കുമ്പോഴാണ് പൂർണ്ണമായിട്ടുള്ളൊരു സംതൃപ്തി കിട്ടുന്നത്. അതുകൊണ്ടാണ് മിക്കവാറും സ്ത്രീകളെ സംബന്ധിച്ച് ഈ സമയത്ത് പങ്കാളിക്ക് ഇഷ്ടപ്പെട്ട മെത്തേഡ് ചെയ്യാൻ തയ്യാറാകുന്നത്. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് മനസ്സിനകത്ത് സന്തോഷവും സ്നേഹവും കാമവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒക്കെ കറക്റ്റായിട്ട് പ്രവർത്തിക്കത്തുള്ളൂ. ഇതിൻ്റെ രൂപത്തെയും പ്രവർത്തനത്തെയും ഒക്കെ നിയന്ത്രിക്കുന്നത് ഈ ഹോർമോണുകളാണ്. അതുപോലെ ഫേസ് ടു ഫേസ് അല്ലാത്ത ആലിംഗന സമയത്ത് ചെയ്യുന്ന ക്രിയകൾക്ക് മാറിടത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. യഥാർത്ഥത്തിൽ സ്ത്രീകളെ സംബന്ധിച്ച് ഈ സ്നേഹത്തിനും പ്രണയത്തിനുമൊക്കെ ലൈംഗികതയായിട്ട് വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ആലിംഗന സമയത്തും ചുംബന സമയത്തുമൊക്കെ ഈ ഭാഗത്ത് വരുന്ന സ്പർശനമാണ്. അതുപോലെ ഓരോ മെത്തേഡിനനുസരിച്ച് പൊസിഷൻ മാറുമ്പോൾ ഇതിൻ്റെ രൂപത്തിനും വ്യത്യാസം വരാറുണ്ട്. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, സ്ത്രൈണതയുടെ ഭാഗമായിട്ട് വരുന്ന ഏത് കാര്യവും അതുപോലെ പൗരുഷത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഏത് കാര്യവും തമ്മിൽ ഒരു പ്രത്യേക ആകർഷണമുണ്ട്. നമ്മൾ എത്രയ്ക്ക് അത് കണ്ടില്ലെന്ന് നടിച്ചാലും ഉള്ളിൽ സംഭവിക്കുന്നുണ്ട്. ചില പങ്കാളികളെ സംബന്ധിച്ച് അവർ മുകളിൽ വരുന്ന സമയത്ത് ഇതിനകത്തെ പെരുമാറ്റത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാറുണ്ട്. ചിലരെ സംബന്ധിച്ച് ഇതിനകത്ത് ചെയ്യുന്ന ക്രിയകൾ കൊണ്ട് മാത്രം സംതൃപ്തി കിട്ടുന്നവരുണ്ട്, അതും പൂർണ്ണമായ സംതൃപ്തി. ഇപ്പോൾ ഏത് വ്യക്തിയാണെങ്കിലും നല്ലതെന്ന് തോന്നുന്ന അല്ലെങ്കിൽ രൂപഭംഗി കൂടുതലായിട്ടുള്ള ഏത് കാര്യത്തിനകത്തും ഒരു ആത്മവിശ്വാസം തോന്നാറുണ്ട്. എന്നുവെച്ചാൽ ആരോഗ്യമുള്ളവരെല്ലാവരും പങ്കാളി അവരെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടണം, ആകർഷിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ്.
എന്നുവെച്ചാൽ ഈ സമയത്ത് പുരുഷൻ അവൻ്റെ പൗരുഷം മാക്സിമം പ്രകടിപ്പിക്കാൻ നോക്കുന്നു, സ്ത്രീകൾ അവരിലെ സ്ത്രൈണത കൂടുതലായിട്ട് കണ്ടെത്താനും ശ്രമിക്കുന്നു. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുത്തോ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ഡേ. ബൈ.